നമുക്കായിട്ട് നമ്മൾ ട്രിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കിപ്പം നമ്മൾ വലിയ വലിയ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്പറൊക്കെ കൗണ്ട് ചെയ്യാൻ നമുക്ക് വരും. നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നമ്പർ ഇടേണ്ടി വരും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്പറിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ട്രിക്കായിട്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഒരു ബോക്സ്, ഞാനിപ്പോൾ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി ബോക്സ് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പം എം ടെക്സ്റ്റ് എടുക്കുകയാണ്. ഓക്കെ ഓക്കെ അപ്പം അതിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, എം ടി. ഓക്കെ, ടെക്സ്റ്റ് എടുത്തിട്ട് ഞാനിവിടെ നമ്പർ എഴുതുക. ഓക്കെ, ഇപ്പം നമ്മുടെ 1 എഴുതുവാണ്. 1 എഴുതി. ഇനി നമുക്കിത് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ കോപ്പി ചെയ്യാൻ തന്നെ നമ്മുടെ കുറേ രീതികൾ നമ്മൾ നോക്കിയായിരുന്നു. അതാരും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക, ബിക്കോസ് നമ്മൾ അതിലും കുറേ ട്രിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതികളുണ്ട്. ഒന്നുകിൽ Ctrl+C Ctrl+V പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ CO പ്രസ് ചെയ്യാം. CO പ്രസ് ചെയ്തിട്ട് എല്ലാം കൂടെ കോപ്പി ചെയ്യാൻ പറ്റും. അതിൽ അല്ലാത്ത വേറൊരു രീതിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ CO പ്രസ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്തു, എന്നിട്ട് സെലക്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റർ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, എൻ്റർ പ്രസ് ചെയ്തിട്ട് താഴെ കാണാൻ പറ്റും സ്പെസിഫൈ ബേസ് പോയിൻ്റ്. അപ്പോൾ ബേസ് പോയിൻ്റ് ഞാൻ ഇത് തന്നെ ബേസ് പോയിൻ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ F8 പ്രസ് ചെയ്യണം. ഇത് ശ്രദ്ധിക്കണം, F8 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് ഞാൻ F8 പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം F8 ഞാൻ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താണ് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പെസിഫൈ സെക്കൻഡ് പോയിൻ്റ് ഓർ എറേ. അപ്പോൾ എറേ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എറേക്ക് നമ്മുടെ ഷോർട്ട് കീ എന്താണ്, A ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ആണ് നമ്മുടെ ഷോർട്ട് കീ. A പ്രസ് ചെയ്തു. എന്നിട്ട് നമുക്ക് എത്ര ഐറ്റംസ് ആണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് 5 1 ആണ് വേണ്ടത്. അപ്പോൾ 1 2 3 4 ടോട്ടൽ ഇതും കൂടെ ചേർക്കുമ്പോൾ 5. അപ്പം 5 എന്ന് ടൈപ്പ് ചെയ്യണം. 5 ടൈപ്പ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, പ്ലേസ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാരാമീറ്റർ. നമ്മൾ 1 കോപ്പി ചെയ്യാനുള്ള ഈസി മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതും കൂടെ നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് താഴെയും കൂടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് Ctrl+C Ctrl+V ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് ഞാൻ പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ T count എന്നൊരു കമാൻഡ് യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്താണ് അതിൻ്റെ യൂസ് എന്ന് നമുക്ക് നോക്കാം. T count. ഓക്കെ, T count ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യണം 1നെ മാത്രം, ഫസ്റ്റ് ലൈനിലെ 1നെ മാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണുന്നത് സോർട്ട് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ബൈ എക്സ് വൈ എന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെലക്ട് ഓർഡർ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡയറക്ഷനാണ്, വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബി ഡയറക്ഷനാണ്. അപ്പോൾ ഞാൻ എക്സ് ഡയറക്ഷനിൽ നമുക്ക് എടുത്ത് നോക്കാം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ചോദിക്കുന്നത് സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് നമ്പർ എത്രയായിരിക്കണം, ആൻഡ് ഇൻക്രിമെൻറ്റ് എത്ര ബേസിസിൽ ഇൻക്രിമെൻറ്റ് ആവണം, അതാണ് സെല്ല്. അപ്പോൾ ഞാൻ 1,1. ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും, 1 ആയിരിക്കും. എത്രയിൽ ഇൻക്രിമെൻ്റ് ആവണം, 1 വെച്ച് ഇൻക്രീസ് ആവണം. അങ്ങനെയാണ് നമ്മുടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും 1,1 എൻ്റർ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റർ പ്രസ് ചെയ്യും. ഓക്കെ, എൻ്റർ പ്രസ് ചെയ്തു. ഇനിയിപ്പോൾ പറയുന്നത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഓവർ റൈറ്റ്, പ്രിഫിക്സ്, സഫിക്സ്, ഫൈൻഡ് എൻ്റർ പ്ലേസ്. ഓക്കെ, നമുക്കെല്ലാം നോക്കാം. അത് നമുക്ക് ഓവർ റൈറ്റ് നോക്കാം. ഓവർ റൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവുന്നത് 1 2 3 4 5 ഇങ്ങനെ നമുക്ക് ഓർഡറിൽ അറേഞ്ച്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നോക്കാം, നമുക്കൊരു 100 സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്പറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ T count യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 1ൻ്റെ ഇൻക്രിമെൻറ്റിലാണ് നമുക്ക് ചെയ്തത്. ഓക്കെ, അഗെയിൻ നമുക്ക് എന്താണ് ഈ ഒരു സംഭവം, ഇതിന് എനിക്ക് വേണ്ടത്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ ഈ ഭാഗത്ത് 6 7 8 9 10 ഇങ്ങനെ വേണം. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അഗെയിൻ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് T count പ്രസ് ചെയ്യണം. T count എൻ്റർ. ഇനി അഗെയിൻ എക്സ് ഡയറക്ഷൻ ആണല്ലോ അല്ലേ, അപ്പോൾ എക്സ് ഡയറക്ഷൻ എടുത്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കണം, നമുക്ക് ലാസ്റ്റ് നമ്പർ എന്താണ്, 10 ആണ് അല്ലേ. അതേപോലെ നമുക്ക് എത്ര, നമ്മൾ തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് നമുക്ക് 10 ആണെന്ന് അറിയാം. അതേപോലെ നമ്മൾ എത്ര ഡിക്രീസ് ചെയ്യണം, -5 വെച്ച് നമുക്ക് ഡിക്രീസ് ചെയ്യണം, മനസ്സിലായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. എന്നിട്ട് ഓവർ റൈറ്റ് എന്ന ഓപ്ഷൻ വരും. ഓവർ റൈറ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടോ. അപ്പം 10 9 8 7 6 ആ ഒരു റേഞ്ചിൽ നമുക്ക് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഇപ്പം വലിയ നമുക്ക് സ്ലോട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്പറിങ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൗണ്ടിങ് ചെയ്യുമ്പോൾ വളരെ നമുക്ക് സ്റ്റെപ്സിൻ്റെ കൗണ്ട് എടുക്കണം, സ്പെസിഫിൻ്റെ കൗണ്ട് എഴുതണം, മാർക്ക് ചെയ്യണം. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പാരാമീറ്റർ. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് എന്താണ്, T കൗണ്ടിൻ്റെ നമുക്ക് എന്താണ് 1 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നത് നോക്കി, അതേപോലെ 1 വെച്ച് ഡിക്രീസ് ചെയ്യുന്നത് നമ്മൾ നോക്കി.
ഇനി നെക്സ്റ്റ് പാരാമീറ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് നമ്മൾ നോക്കി അല്ലേ, ഇനി നമുക്ക് വൈ ആക്സിസും കൂടെ നോക്കിയാലോ. അപ്പോൾ വൈ ആക്സിസ് നോക്കാൻ വേണ്ടി അഗെയിൻ കൺട്രോൾ വി താഴെ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി വൈ ആക്സിസ് നമുക്ക് നോക്കാം. ഇത് ഞാൻ അഗെയിൻ സെലക്ട് ചെയ്തു, ടി കൗണ്ട്, എൻറ്റർ, ഇനി വൈ. ഓക്കെ, ഇപ്പം ഞാൻ നോക്കാൻ പോകുന്നത് ഇനി ഞാൻ 2ൻ്റെ ടേബിൾ എനിക്ക് 2, 4, 6, 8 അങ്ങനെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2,2 എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻറ്റർ ചെയ്യും. എന്നിട്ട് അഗെയിൻ ഞാൻ എന്ത് ചെയ്യും, ഓവർ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2, 4, 6, 8. അപ്പോൾ അങ്ങനെ നമ്മൾ 2ൻ്റെ ടേബിൾ അല്ലെങ്കിൽ 3ൻ്റെ ടേബിൾ എന്തിൻ്റെ ടേബിൾ അല്ലെങ്കിൽ എന്തിൻ്റെ മൾട്ടിപ്പിളോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബാക്കിയുള്ള പാരാമീറ്റർ കൂടെ നോക്കാം. ഇത് ഞാൻ പിന്നും കോപ്പി ചെയ്യുകയാണ്. കൺട്രോൾ-C, കൺട്രോൾ-V. ജനറലി CO വെച്ച് കോപ്പി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. പക്ഷേ കൺട്രോൾ-C, കൺട്രോൾ-Vയും നമുക്ക് എടുക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് ഇനി ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 സെലക്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ബ്ലൂവിൻ്റെയും അതേപോലെ ഗ്രീൻ സെലക്ഷൻ നമ്മൾ ഈ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ചെയ്യും അതിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് നമ്മൾ നോക്കിയത്. ഇൻ കേസ് അത് കണ്ടില്ലെങ്കിൽ അത് കാണുക. ഓക്കെ, വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, അഗെയിൻ ഞാനിപ്പം ഇനി എഴുതാൻ പോകുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, 5 കോപ്പി ചെയ്ത് ഇവിടെ എടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിനെ ഞാൻ റിപ്ലേസ് ചെയ്തിട്ട് A എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസും കൂടെ കുറയ്ക്കും. സൈസ് കുറയ്ക്കാൻ നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ 1.5 അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 1.5 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ 1.5 സൈസ് നമ്മുടെ A പാരാമീറ്ററായി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ A പാരാമീറ്റർ 1.5ലായി. ഓക്കെ, ഇനി ഞാൻ Aന് തന്നെ കോപ്പി ചെയ്യാം. നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് അറിയാം അല്ലേ. CO, എൻറ്റർ, ബേസ് പാരാമീറ്ററിനെ സെലക്ട് ചെയ്തു, ഡയറക്ഷൻ കാണിച്ചു, എന്നിട്ട് എന്ത് ചെയ്യണം, എറേയുടെ A ടൈപ്പ് ചെയ്തു, എൻറ്റർ. എത്ര നമുക്ക് A ആണ് വേണ്ടത്, ടോട്ടൽ 5 A ആണ്. ഓക്കെ, 5 A ഞാൻ ഇങ്ങനെ കാണിച്ചു, ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ 5 A വന്നു. ഓക്കെ, അപ്പോൾ ഈ 5 താഴെ കൂടെ കോപ്പി ചെയ്യാം. ബിക്കോസ് നെക്സ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് കാണിക്കാം. അതേപോലെ പിന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്യാം, വേറൊരു കാര്യം കൂടെ കാണിക്കാൻ. ഓക്കെ, അപ്പം ഇതിന് ഞാനിപ്പം സഫിക്സും പ്രിഫിക്സും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, അഗെയിൻ ടി കൗണ്ട്, എൻറ്റർ. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഡയറക്ഷൻ എന്താണ്, X ആണ് അല്ലേ. അപ്പോൾ Xൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ എന്താണ് സെലക്ട് ചെയ്യുന്നത്, 1,1 തന്നെ എടുക്കുക. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി 1,1 എന്ന് എടുത്തു, എൻറ്റർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സഫിക്സ് ആണ്. അപ്പോൾ സഫിക്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് സഫിക്സ് എന്ന്. ഓക്കെ, അപ്പം സഫിക്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ സ്പേസ് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് സ്പേസ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്പേസ് അറേഞ്ച്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് താഴെ വരാനും സാധ്യതയുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് വിചാരിക്കുന്നത്. അത് ജസ്റ്റ് സ്പേസ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ ഇതിൻ്റെ അഗെയിൻ നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, കുറച്ച് മുന്നോട്ട് വെച്ചു. ഇനി ഞാൻ ഇതിനെ തന്നെ കോപ്പി ചെയ്യാൻ പോവാം. CO, ബേസ് ഏരിയ സെലക്ട് ചെയ്തു, ഡയറക്ഷൻ കാണിച്ചു, A, എൻറ്റർ. എത്രയാണ് വേണ്ടത്, 5 എൻറ്റർ ചെയ്തു. ഞാൻ ഇങ്ങനെ ഡയറക്ഷൻ കാണിച്ച് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രിഫിക്സിൽ നമ്മൾ അഗെയിൻ ഇതിന് സെലക്ട് ചെയ്തു, ടി കൗണ്ട് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഡയറക്ഷൻ ഇതാണ്. ഇതേപോലെ Y Xനും ചെയ്യാം കേട്ടോ. അപ്പം X ഇതിലേപോലെ തന്നെ 1,1 തന്നെ ചെയ്യാം നമുക്ക് പ്രിഫിക്സ്. ഓക്കെ, 1,1. ഇനി പ്രിഫിക്സ് നോക്കാം. പ്രിഫിക്സ് ചെയ്യുമ്പോൾ അഗെയിൻ ഇത് കണ്ടോ താഴെ വന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത് എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും തെറ്റാണ്. പക്ഷെ തെറ്റല്ല, ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഇത് പ്ലേസ്മെൻറ്റ് കറക്റ്റ് നിങ്ങൾ സ്പേസ് അലോട്ട് ചെയ്യണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഈ ആരോ കാണിക്കുന്ന ആരോ നിങ്ങൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് എന്താണ് നമ്മുടെ ആദ്യം നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ ആരോ ബിക്കോസ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ സൈസ് കുറച്ചാലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രിഫിക്സും നോക്കി സഫിക്സും നോക്കി അല്ലേ. ഇനി നമുക്ക് എന്താണ് നോക്കാൻ പോകുന്നത്, ഇനി ഞാൻ ഇതിൻ്റെ വേറൊരു പാരാമീറ്ററും കൂടെ നോക്കാം. ഇതിൻ്റെ സൈസ് ഒന്നുകൂടെ ഞാൻ കുറയ്ക്കുകയാണ്, 1 എന്നാക്കുക. ഓക്കെ, 1 എന്നാക്കി എൻറ്റർ. ഓക്കെ, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അക്ഷരം കൂടെ എഴുതുകയാണ്, Z. ഓക്കെ, Z എന്ന് എഴുതി. ഇനി ഞാൻ ഇതിനെ കോപ്പി ചെയ്യുക. സെലക്ട് ചെയ്തു, CO, എൻറ്റർ. ഇവിടെ സെലക്ട് ചെയ്തു, ഡയറക്ഷൻ കാണിച്ചു, A, എൻറ്റർ.
എത്രയാണ് നമുക്ക് വേണ്ടത്? 5 എൻ്റർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡയറക്ഷൻ കാണിച്ച് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മൂന്നാമത്തെ പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഗെയിൻ സെലക്ട് ചെയ്തു, ടി കൗണ്ട്, എൻ്റർ. ഇനി എന്താണ് ചെയ്യേണ്ടത്? എക്സ് ഡയറക്ഷൻ. ഇനി നമുക്ക് എന്താണ്, ഞാൻ 2,2 ചെയ്ത് നോക്കാം. ഓക്കെ, 2,2. ഓക്കെ, എൻ്റർ. ഇനി അടുത്ത പാരാമീറ്റർ എന്താ? നമ്മൾ ഓവർ നമ്മൾ നോക്കി, സെയിം ആയിട്ട് നമുക്ക് ഓവർ ആവും. പ്രിഫിക്സ് നമുക്ക് എന്താണ് ഇതിൻ്റെ പാരാമീറ്റർ. ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താണ് പാരാമീറ്റർ അതിൻ്റെ കാണിച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിറകെ. അപ്പം അത് നമ്മൾ രണ്ടും നമ്മൾ നോക്കി. ഓക്കെ, സോറി, സഫിക്സ് ആണ് ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ളത്, എ കഴിഞ്ഞിട്ടുള്ള സഫിക്സ്. അതേപോലെ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ എയിൻ്റെ മുന്നേ. പിന്നെ ഉള്ളതാണ് നമുക്ക് ഫൈൻഡ് ആൻഡ് റിപ്ലേസ്. ഓക്കെ, ഫൈൻഡ് ആൻഡ് റിപ്ലേസ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് റിപ്ലേസ് ചെയ്യേണ്ടത് എന്താണ്? സെഡ് ആണ് റിപ്ലേസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്കിപ്പം ഞാൻ AZ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Z എന്ന പാരാമീറ്ററിനെ എനിക്ക് എന്ത് വേണോ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം Z എന്ന പാരാമീറ്റർ എനിക്ക് റിപ്ലേസ് ചെയ്ത് നമ്പറോ അല്ലെങ്കിൽ എന്ത് വേണോ എനിക്ക് ആക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ പാരാമീറ്ററിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റർ സെർച്ച് സ്ട്രിങ്. ഓക്കെ, സെർച്ച് സ്ട്രിങ്ങിൻ്റെ പകരം ഞാനിപ്പോൾ Z എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, Z ടൈപ്പ് ചെയ്തു, എൻ്റർ അടിക്കുകയാണ്. അപ്പോഴെന്താണോ നമ്മൾ ഓൾറെഡി 2, 4, 6, 8 അല്ലെങ്കിൽ 2,2 എന്ന് സെലക്ട് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ ഓർഡറിൽ തന്നെ നമുക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. നിങ്ങളിപ്പം മോൾസിലൊക്കെ പോകുമ്പോൾ പാർക്കിംഗ് സ്ലോട്ടിൽ A1, A2, B1, B2, B3 അങ്ങനെയൊക്കെ പ്ലാട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ ഓട്ടോക്യാഡ് പ്ലാനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്പറിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ടോട്ടൽ കൗണ്ട് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കും വളരെ എളുപ്പമായിരിക്കും. അതേപോലെ സ്റ്റെയർ കേസിലൊക്കെ നമ്മൾ നമ്പറിങ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റർ നമ്പറും ചെയ്യും, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടി കൗണ്ട് എന്ന പാരാമീറ്റർ. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എഫക്റ്റീവായി, അതേപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം കമൻറ്റ് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്.